ഓക്കെ പാകത്തിനൂടി എന്നിട്ടാണ്ട് ഇങ്ങനെ ആണ്ടോ ചില വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടുള്ള വീഡിയോസ് കണ്ടുണ്ടായിരുന്നാണ്ട് ആദ്യത്തെ എടുത്ത് ഈ വിരളിൽ കയറണം എന്നുള്ളതൊക്കെ. പക്ഷേ അതൊക്കെ ഓർത്തിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു വിരളിൽ കയറണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. നമുക്ക് കണ്ടേ ഫുള്ളായിട്ട് വേണമെങ്കിലും ചുറ്റാം. നമുക്ക് ഇങ്ങനെ എടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ പടാന്നുകൊണ്ട് പൊയ്ക്കോളും. ചിലവർ കണ്ട് ഇങ്ങനെ ഓരോ ചുറ്റും ഇങ്ങനെ ഓരോരോ വിരലിനകത്ത് എടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ നിൻ്റെ ഇഷ്ടം. എടാ എന്ന് പോയാലും എറിയാൻ ഇതെല്ലാം ഒരുമിച്ച് പോകണം, അത്രേ ഉള്ളൂ. മനസ്സിലായേ? അപ്പോൾ അവിടെ ഇങ്ങനെ എടുക്കുന്നവരുണ്ട്. ഓക്കെ, ഇങ്ങനെ എടുത്താലും അതൊരു ഭംഗിയായിരിക്കും. അവിടെ ഇങ്ങനെ ഓരോ സംഭവം എടുത്ത് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം. എടുത്തോ, ഫുൾ എടുത്തോ. ഇത് എടുത്ത് കഴിയുമ്പോൾ അവസാനത്തെ ഒരു ഇതുണ്ടല്ലോ, ഇത് അതായത് നിൻ്റെ ഒരു ഹൈറ്റ് ഇത്ര നിൽക്കുന്ന രീതിയിൽ, ഈ ഒരു രീതി നിൽക്കുന്ന രീതിയിൽ എത്തണം. അതിനകത്തുനിന്ന് നമ്മുടെ ഈ പുറവശത്ത് നിന്ന് എടുത്തേ. അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ രീതി നിൽക്കണം കണ്ടേ. അവിടെ ഇതിനകത്ത് നമ്മുടെ ഇവിടുന്ന് ഒരു കയ്യിലെടുക്കാൻ വരുന്ന ഒരു ഭാഗത്തിന് എടുക്കുമ്പോൾ നമുക്കൊരു കുറച്ച് നമ്മുടെ ആ ഒരു എടുത്തേ. എന്നിട്ട് വേണ്ടേ ഇത് കറക്കി ഇതിങ്ങനെ ഇങ്ങനെ 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 എടുക്കുമ്പോൾ ഇത് വല ഇതിങ്ങനെ ഇല്ല. ഇങ്ങനെ നിനക്ക് ഏതാ വാക്കിനൊക്കെ വീശാൻ ഇവിടെ കൊണ്ട് എറിയാനും ഇവിടെ പിടിക്കാനും ഒന്ന് കാണിച്ചു തന്നെ. അതായത് ഇവിടുന്ന് എടുക്കുകയാണ് ഇങ്ങനെ. ഇത് അപ്പുറം പോലെ ഇത് ഇല്ലല്ലേ, ഇതെല്ലാം വരെ അപ്പുറത്തിട്ടുണ്ടാണ് പ്രശ്നം വന്നത്. കൊച്ചി ഇറക്കാൻ വേണ്ട. ഇത് എടുത്ത് ഇത്ര ഭാഗം ഇത്ര ഭാഗം ഇങ്ങനത്തെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ വരണം. ഇവ എന്തുകൂടെ ഇവൻ കാണിക്കുന്നത്? ഇവൻ കുറേ നേരമായിട്ട് ഡേർക്ക ഇങ്ങനെ എടുക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ വല നിൽക്കുന്നതായി നോക്കേ. കട്ടൻ ചേണ്ട നീ അതാ നിനക്കത്ത് അങ്ങനെ കാത്ത എന്താ നിനക്ക് എന്തൊരു പയ്യനാടെ ഇവനൊക്കെ കാര്യം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വല എടുക്കുന്നത് ഇങ്ങനെ നിൽക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായേ? എല്ലാം ഇങ്ങനെ നിൽക്കണം. ഈ കയ്യിലിടണം. നീ നിനക്ക് എങ്ങോട്ട് അറിയാനാ? നിനക്ക് എങ്ങോട്ട് അറിയാവുന്ന വാക്ക് ഇങ്ങനെ അറിയാവുന്ന വാക്ക് അതാദ്യം പറ. അങ്ങോട്ട് അറിയാവുന്ന വാക്ക് അത് നിനക്ക് ഈ ഭാഗം കൊണ്ട് അറിയാവുന്ന വാക്ക് ആണോ? അപ്പോൾ ഈ കൈ പിടി. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണോ ചോദിച്ചത് നേരത്തെ? ഈ കയ്യിലല്ലേ ഇത് ഇടണ്ടേന്ന്. നിങ്ങൾ ഇടുന്ന അങ്ങനെയാ? നീ ഇതാണോ ചാട്ടാണോ? ആണോ? എടാ ഈ പിരി വരുന്നുണ്ടത് കൈസ്. ഈ സത്യം പറഞ്ഞോണ്ട് മാറിയെന്നടാ. നമ്മൾ വല എറിയാൻ നമ്മൾ വില എടുക്കാൻ വരുമ്പം നമ്മൾ ആദ്യം കുറച്ച് പൊതു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ വാരിച്ച് എങ്ങനെ തോന്നുന്ന രീതിയിൽ ഇത് പിരി വരാതിരിക്കാനാണ് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറഞ്ഞത്. ചുറ്റി എടുത്താൽ കൈ ചുറ്റുന്നത്. ഇത് കണ്ടോ ഇവിടെ ചുറ്റു വന്നുണ്ടോ ഇങ്ങനെ? ഇത് കറക്റ്റ് നേരാക്ക്. ആ ചുറ്റങ്ങ് താഴെ പോട്ടത്. ഇവിടുന്ന് വിട്ട് പോകും. നീ അവിടെ ഇവിടെ വന്ന് നീ ആ ചുറ്റം അങ്ങോട്ടാക്ക്. ഉണ്ടോ അങ്ങോട്ട് പോകും. ഇപ്പോൾ അവിടെ കറങ്ങി തീരും. ആണ്ട ഇങ്ങനെ കറക്കി ഫുള്ള് നേരമായിട്ട് നിൽക്കണം. ഈ എടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം വല. അങ്ങനെ എടുക്കുക പെട്ടെന്ന്. എടാ നിനക്ക് ഇങ്ങനെ ചുറ്റാൻ അറിഞ്ഞൂടെ നിനക്ക്? എന്നാ ചുറ്റാൻ അങ്ങോട്ട്. എടാ 2-3 ചുറ്റു വിട്ടാ ഇനി ചുറ്റിക്കാ ചെറുതായി പോകത്തില്ലയോ? എന്നാൽ ശരി. എന്നാ കാര്യം സംഭവം എന്ന് വെച്ചാൽ ഈ ചെറുക്കാനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇത് കണ്ടുപഠിക്കും. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ ഒരാളെ കാണിച്ചാൽ പോലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത്തിരി എടുക്കുക ഒരു പോഷൻ ഇങ്ങനെ. ഈ ബാക്കിൽ നിന്ന് എടുക്ക്. ബാക്കി നിർത്തേ. ആണ്ട ഈ സംഭവം എടുത്തിട്ട് ഇങ്ങനെ എടുത്താ. അട ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്ന് ഇങ്ങനെ പോട്ടെ. വീണ്ടും നമ്മുടെ സാരിക്ക് ഞൂറ് എടുക്കുന്ന കണക്കിന് ഈ കയ്യിൽ നമുക്ക് എത്രത്തോളം വെയിറ്റ് ഇടുന്നോ ഇത് തമ്മിൽ കുരുക്കരുത്. ഇത് തമ്മിൽ ഇങ്ങനെ അടിച്ചതിൻ്റെ മണ്ടയ്ക്കും അടിയിലും ആക്കരുത്. അപ്പം ഇതിനകത്ത് ഈ കയ്യിൽ നമ്മളെടുത്ത് എറിയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ മാക്സിമം വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിഞ്ഞെറിയാൻ എളുപ്പമായിരിക്കും. ഇവിടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇത് കറങ്ങി ഈ ചിലവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഈ നടുക്കിട്ടിട്ട് ഇത് വട്ടം കറങ്ങിയിട്ട് എറിയുന്നത്. ഞാൻ കൂടുതൽ അങ്ങനെയല്ല. ഇവിടുന്ന് ഈ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു വെയിറ്റ് ഇതും കൂടെ തിരിച്ച് ഈ കയ്യിലെടുത്ത് വെക്കും. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് എറിയാറുണ്ട്. അപ്പോൾ ഇതും കൂടെ എറിയാൻ പറ്റും, ഇതും കറക്റ്റായിട്ട് വീഴും. അപ്പോൾ നമ്മൾ ഇതേ കണക്ക് സംഭവം ഇത് കണ്ടല്ലേ. അതായത് ഇത്ര വെയിറ്റ് എടുത്തില്ലേ, നിനക്ക് വേണമെങ്കിൽ 2 റൗണ്ട് കറങ്ങിയിട്ട് എറിയാം. ഒന്നെങ്കിൽ അങ്ങനെ എറിഞ്ഞാലും വീഴും. അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായത് ഈ വെയിറ്റ് സെറ്ററല്ലേ, ഇത് ഇതുപോലെ എടുത്ത് ഈ കയ്യിൽ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു മണി ഇത് ഈ വിരലിരിക്കണം. ഈ വിരൽ തുടക്കം എറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ഡിലേ ആയതിനു ശേഷം ഇത് വിടാവും. ഇങ്ങനെ എറിയും തോറും ഇത് പോയതിന് ശേഷം ഈ എൻഡിൽ മണി വിടാവും. ഒറ്റ സെക്കൻഡ്. മനസ്സിലായില്ലേ? ഹോൾഡ് എറിയുമ്പോൾ ഇതും കൂടെ അതും ഒരേ ഇതിൽ. ഓക്കെ, എയിം, ലോക്ക്, ഷൂട്ട്. കട്ട് ചെയ്ത് കമ്മിക്കാരെ നോക്കി
അതായത് ഇതെടുക്കുക നമുക്ക് 100 കണക്കെ എടുക്കുക നിന്റെ ഈ കൈക്ക് എറിയാൻ പറ്റാത്ര ഇത്. കാരണം ഇവിടെ ഈ കയ്യിൽ കൂടുതൽ സാധനം വരണം. ഇത് തിരിച്ചറിഞ്ഞ് പോകത്തില്ല. അത് ഈ സാധനം അങ്ങനെ എടുത്തെറിഞ്ഞാൽ ഇതെടുത്തെറിഞ്ഞാൽ ഇത് പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കണം. ഇത് തമ്മിൽ ഇങ്ങനെ പിരിയരുതേ. മാക്സിമം എടുക്കുക. ചായസാട്ടെ പിന്നെ നമ്മളിനി ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാൻ പോവാണ്. നമ്മൾ ഇവന് കുറേ പറഞ്ഞു കൊടുത്ത് ഇവന് പറഞ്ഞു കൊടുക്കുന്ന കേട്ട് നമ്മുടെ ക്യാമറ വല വീശാൻ പഠിച്ചിട്ടുണ്ട് എന്തുപോലെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ വല ഇടും. അടുത്ത വീഡിയോ നമ്മൾ വലയിട്ട് കാണിക്കും. ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചുറ്റുന്നതുമുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിലും ചുറ്റാം, പ്രശ്നമൊന്നുമില്ല. ഇത് എറിയുന്ന സമയത്ത് ഇത് കയ്യിൽ നിന്ന് പോകണം. ഇത് തമ്മിൽ കുരുങ്ങരുത്. കുരുങ്ങാത്ത രീതിയിൽ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. സംഭവം ചെയ്യേണ്ടത് ഈ കയ്യിൽ ഇത് കെട്ടിയതിന് ശേഷം ഇത് ഇങ്ങോട്ടാണ് ചുറ്റി പിടിക്കേണ്ടത്. കുഴപ്പമില്ല. എങ്ങനെ വന്നാലും ഇത് എറിയ സമയത്ത് കയ്യിൽ നിന്ന് പോകണം. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഉണ്ടായിരുന്നു നേരത്തെ കാണിച്ചത്. അതായത് ഇങ്ങനെ വിരൽ ഈ ഓരോ ഫസ്റ്റ് ലെയർ ഇങ്ങനെ, സെക്കൻഡ് ചുറ്റി ഇങ്ങനെ ഓരോ വിരലിടുന്നത്. അങ്ങനെ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ അതാണ് ഇങ്ങനെ ചുറ്റിയാലും അത് നമ്മളെ വഴക്കൊന്നും പറയാൻ പോകത്തില്ല. ശരി, ഒരു ഭംഗിയിൽ നമ്മൾ എടുക്കണം. സംഭവം ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറവശത്തു നിന്ന് കുറച്ച് ഒരു ലെയർ നമ്മളിങ്ങനെ എടുക്കും. ഇതാണ് നമ്മുടെ തോളയിലോട്ട് നമ്മൾ എടുത്തിടുന്നത് സംഭവം. ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് നമ്മളിത് എടുക്കും. നമുക്ക് കയ്യിലൊരു കുറച്ച് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്തായിട്ട് പായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ എടുക്കും. അത് നമ്മുടെ ഇതുവഴി കൊണ്ടുവന്നിട്ടാണ്ട് ഈ തോളിലിങ്ങനെ ഈ ഷോൾഡർ നമ്മളിങ്ങനെ ഇത് വെക്കും. അതിനുശേഷം ഇവിടെ നിന്ന് വരുന്ന ഈ തോളിട്ടതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ മാറ്റും. അതിപ്പോൾ കല്ല് കിടപ്പുണ്ട് ഇവിടെ നമുക്ക് അല്ലേ എടുക്കും. എനിക്ക് ഇത്ര മനസ്സിലായി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ചെടുത്ത് ഇവിടെ കുറച്ച് കിടക്കും. നമുക്ക് ഇങ്ങനെ കറങ്ങി 2 കറക്കം ഇറങ്ങിയാണ് നമുക്ക് ഇങ്ങനെ കളയാം. അത് കല്ല് റെൻറ്റി കിടക്കുന്നത്. അതെ ഓക്കെ. ക്യാമറ പൗസ് അല്ലല്ലോ. ഓക്കെ. അപ്പോൾ അതും കാണിച്ചു തരാം. എനിക്ക് പക്ഷേ എപ്പോഴും വാക്ക് അങ്ങനെ അറിയുന്നതാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതും ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ എടുക്കും, കയ്യിലെടുക്കും. ഇതുകൊണ്ട് ഒരുമിച്ച് എറിയുന്നത് എനിക്ക് കുറച്ച് വാക്ക്. അതിനുശേഷം നമ്മളിങ്ങനെ ഇറങ്ങിയാണ് നിൽക്കും. ഒരാട്ട് ഒരു കറക്കും. ഇതാണ് സംഭവം. അപ്പോൾ സംഭവം ഇത്ര